തന്റെ തട്ടകമായ പറവൂരിൽ വി.ഡി. സതീശന് വെല്ലുവിളികളേറെ. എൻ.ഡി.എയുടെ വത്സല പ്രസന്നകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് പ്രതീക്ഷ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പറവൂരിൽ കോൺഗ്രസിൽ നിന്നും ഈയിടെ ബി.ജെ.പിയിലേക്ക് എത്തിയ വത്സല പ്രസന്നകുമാറാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കർണവരം ചെയ്യുകയാണ്. ജിജീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? അമൃത, തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ പ്രചാരണ തിരക്കുകളിലേക്ക് പോകുമ്പോൾ എറണാകുളത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണ് പറവൂരിലാണ്. അവിടെ വി.ഡി. സതീശൻ വിയർക്കുന്നു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം എതിരാളികൾ ശക്തരാണ്. അവിടെ വത്സല പ്രസന്നകുമാർ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു. താമര ചിഹ്നത്തിൽ മത്സര രംഗത്ത് ഏറെ പ്രചാരണ രംഗത്ത് അവർ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കോൺഗ്രസിൽ നിന്നാണ് വത്സല പ്രസന്നകുമാർ ബി.ജെ.പിയിലേക്ക് എത്തിയത്. കോൺഗ്രസിൻ്റെ നയങ്ങൾക്കെതിരെയും കോൺഗ്രസിൻ്റെ ബി.ജെ.പിയുടെ വികസന കാഴ്ചപ്പാടുകളുടെ ഭാഗമായി മാറുക എന്ന താല്പര്യത്തോടു കൂടിയാണ് താൻ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തിയത് എന്ന് വത്സല പ്രസന്നകുമാർ പല ഘട്ടങ്ങളിലും പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, 2 തവണ പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ഏറെ ഇറങ്ങി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവാണ് വത്സല പ്രസന്നകുമാർ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകളിൽ വലിയ തോതിൽ ഇളക്കം തട്ടും. അതായത് കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളടക്കം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളിൽ നിന്നടക്കം വത്സല പ്രസന്നകുമാറിന് വോട്ടുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ, പ്രചരണത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം മറുഭാഗത്ത് ഇ.ടി. ടൈസൺ മത്സരിക്കുന്നു. സിറ്റിംഗ് എം.എൽ.എ കയ്പമംഗലത്ത് നിന്ന് ഇവിടെ എത്തി മത്സര രംഗത്ത് LDF പ്രതിഷ്ഠിച്ചത് തന്നെ, അല്ലെങ്കിൽ അത്തരമൊരു പ്രചാരണ രംഗത്തേക്ക് മത്സര രംഗത്തേക്കും ഇറക്കിയത് തന്നെ പ്രതിപക്ഷ നേതാവിനെ പറവൂർ മണ്ഡലത്തിൽ മാത്രമായി തളച്ചിടുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. പ്രതിപക്ഷ നേതാവ് സംസ്ഥാനമാകെ ഓടി നടന്ന് പ്രചരണം നടത്തുമ്പോൾ അതിനുമപ്പുറം പറവൂർ മണ്ഡലത്തിൽ ഏറെ സമയം ചെലവഴിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. കാരണം എതിരാളികളെല്ലാം തന്നെ ശക്തരാണ്. മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് തന്നെ ബി.ജെ.പിയിലേക്ക് എത്തി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി ഏറെ ദൂരം പ്രചാരണ രംഗത്ത് മുന്നേറിയിട്ടുള്ള വത്സല പ്രസന്നകുമാറിനെ പോലുള്ള സ്ഥാനാർത്ഥികളെ എതിരിടാൻ താൻ പറവൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ ഓടി നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വി.ഡി. സതീശൻ പോയിരിക്കുന്നു. മാത്രമല്ല, സാമുദായിക വോട്ടുകൾ സംബന്ധിച്ചും വി.ഡി. സതീശന് വലിയ തോതിൽ എതിർപ്പുകളുണ്ട്. നേരത്തെ വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും അത് ക്രൈസ്തവ സമുദായത്തെ അടക്കം വളരെയധികം വേദനിപ്പിച്ച പ്രസ്താവനകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘടിത മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ സംഘടിത വോട്ടുകളെ ഭയക്കുന്നില്ല എന്ന രീതിയിൽ പറഞ്ഞു. അത് ലത്തീൻ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കൊച്ചി മണ്ഡലത്തിൽ അവർ ഉയർത്തിയ ചില വിമർശനങ്ങളെ വി.ഡി. സതീശൻ പൂർണ്ണമായും തള്ളുന്ന തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുക്കാം, അത് കൊച്ചിയിലാണെങ്കിലും പറവൂരിലാണെങ്കിലും എല്ലാം തന്നെ തിരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുക്കാമെന്ന നിലയിലേക്ക് മാറുകയും ചെയ്തു. മറുഭാഗത്ത് വത്സല പ്രസന്നകുമാർ വിവിധ സാമുദായിക സംഘടനകളുടെ, അത് ഹൈന്ദവ സമുദായ സംഘടനകളുടെ വലിയ പിന്തുണയും ആർജിക്കുന്നു എന്നത് തന്നെയാണ് പറവൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. NSSൻ്റെയും SNDPയുടെയും എല്ലാം ഒരുമിച്ചുള്ള പിന്തുണയുണ്ട്. കഴിഞ്ഞ തവണ BDGS മത്സരിച്ച ഒരു സീറ്റാണ് പറവൂരിൽ. അത് ഇത്തവണ BJP മത്സരിക്കുമ്പോൾ BDGS പൂർണ്ണ പിന്തുണയുമായി ആദ്യാവസാനം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഒപ്പമുണ്ട്. മാത്രമല്ല, NSSുമായി ഏറെ അടുപ്പമുള്ള പറവൂരിലെ നേതാവാണ് വത്സല പ്രസന്നകുമാർ എന്നതുകൊണ്ട് തന്നെ NSSൻ്റെ പിന്തുണയുണ്ട്. ഒരു വനിത മത്സരിക്കുന്നു എന്നത് സ്ത്രീകളുടെ ഒത്തൊരുമിച്ചുള്ള പിന്തുണയും വത്സല പ്രസന്നകുമാറിന് നൽകുകയും ചെയ്യുന്നു. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം NDA സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നേറുമ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ വിയർക്കുന്നു പ്രചാരണ രംഗത്ത് എന്നത് തന്നെയാണ് പറവൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ വ്യത്യസ്തമാക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും ജിജീഷ് പറഞ്ഞുകൊണ്ട് പറവൂർ മണ്ഡലത്തിൽ പോരാട്ടം കടുക്കുകയാണ്. NDA സ്ഥാനാർത്ഥി വത്സല പ്രസന്നകുമാറാണ് നിൽക്കുന്നത്.